ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിനെ പറ്റി സംസാരിക്കാം. ഗ്രീൻ എന്ന വേർഡ് പൊതുവെ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? എക്കോ ഫ്രണ്ട്ലി ആയ കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യാനാണ് അല്ലേ? ഗ്രീൻ ഫാമിംഗ്, ഗ്രീൻ വെഹിക്കിൾസ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. പ്രകൃതിക്ക് പരമാവധി ലെസ് ഹാംഫുൾ ആയ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയ പ്രൊഡക്റ്റുകളെയോ പ്രൊജക്റ്റുകളെയോ ആക്ഷനുകളെയോ ഒക്കെയാണ് നമ്മൾ ഗ്രീൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സമാനമായി ടെക്നോളജിയുടെ കാര്യത്തിലും ഗ്രീൻ എന്ന ആശയത്തിന് പ്രസക്തിയുണ്ട്. അതിനെ നമുക്ക് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കാം. കമ്പ്യൂട്ടറുകളെയും ടെക്നോളജിയെയും എൻവയോൺമെന്റിന് ദോഷകരമല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഇലക്ട്രോണിക് ഡിവൈസുകളുടെ ഡിസൈനിങ്, മേക്കിംഗ്, യൂസിങ് ആൻഡ് ഡിസ്പോസിങ് എല്ലാം ഇതിൽ പെടും. അങ്ങനെ എനർജി ഉപയോഗവും പൊല്യൂഷനും കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. കുറച്ച് എക്സാമ്പിൾസ് പറയാം. റിന്യൂവബിൾ എനർജിയും സസ്റ്റൈനബിൾ ഓർ റീസൈക്ലബിൾ മെറ്റീരിയൽസും ഉപയോഗിച്ച് ഉപകരണങ്ങൾ നിർമ്മിക്കുക. കമ്പ്യൂട്ടറുകൾ ഉപയോഗം കഴിഞ്ഞ ശേഷം ഓഫ് ചെയ്യുകയോ സ്ലീപ്പ് മോഡിലേക്ക് മാറ്റുകയോ ചെയ്യുക. എനർജി എഫിഷ്യന്റ് ഡിവൈസുകൾ ഉപയോഗിക്കുക. ആവശ്യത്തിന് മാത്രം പ്രിന്റിംഗ് ചെയ്യുക. ഈ വേസ്റ്റ് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക എന്നിവയെല്ലാം ഇതിൽ പെടും. റിന്യൂവബിൾ അല്ലെങ്കിൽ പുനരുപയോഗ എനർജി എന്നാൽ സോളാർ, വിൻഡ്, ഹൈഡ്രോ പവർ തുടങ്ങിയവയാണ്. നിർമ്മാണ സമയത്തെ പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങളെ നമുക്ക് ഗ്രീൻ മാനുഫാക്ചറിംഗ് എന്നും ഉപയോഗ സമയത്തെ പ്രവർത്തനങ്ങളെ ഗ്രീൻ യൂസ് എന്നും വിളിക്കാവുന്നതാണ്. നിർമ്മാണ സമയത്ത് വൈദ്യുതി, വെള്ളം, പേപ്പർ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് പ്രകൃതിക്കുണ്ടാകുന്ന ആഘാതത്തെ ലഘൂകരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഡിവൈസുകൾ ഇടയ്ക്കിടെ മാറ്റാതിരിക്കുക എന്നതും പ്രധാനമാണ്. പാർട്സ് മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ പ്രൊഡക്ട്സ് ദീർഘകാലം യൂസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് കമ്പ്യൂട്ടറുകളുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ റാം ഓർ ഹാർഡ് ഡ്രൈവ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. പേപ്പറിന് പകരം ഡിജിറ്റൽ നോട്ട് യൂസ് ചെയ്യുന്നതും മെഷീൻസ് കുറയ്ക്കാൻ ക്ലൗഡ് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നതും എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടിംഗിൽ ഉൾപ്പെടും. ആൻഡ് ഓഫ് കോഴ്സ് ഈ വേസ്റ്റ് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണെന്നും എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതി ആകുന്നു എന്നതും നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ആഗോള താപനവും പ്രകൃതി ദുരന്തങ്ങളും കൂടി വരികയാണ്. ഓരോ കാലാവസ്ഥ ഉച്ചകോടികളിലും ചർച്ചയാകുന്ന, ഇനിയും ഏറെ ചർച്ചയാകേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. നാച്ചുറൽ റിസോഴ്സസ് ഇല്ലാതാകുന്നത് തടയാനും എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളാലാകുന്നത് നാം ഓരോരുത്തർക്കും ചെയ്യേണ്ടതുണ്ട്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അതിലേക്കുള്ള മികച്ചൊരു ചുവടുവയ്പ്പാണ്. മറ്റൊരു റെലവൻറ്റ് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.